ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെ പല്ലവിയോട് പ്രണയം പറയാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സേതു. കാറിലേക്ക് കയറി ഞാൻ കൊണ്ടുവിടാമെന്നൊക്കെ സേതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ആനി ടീച്ചർ വരും, ആനി ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരിയാണെ അവിടെ നിന്ന് സേതു ഏട്ടാ ഇഷ്ടമാണെന്ന് സേതു ഏട്ടാ. എന്തായാലും സേതുവിന് മനസ്സിലായി കയ്യിൽ നിന്ന് പോയിന്ന്. അപ്പം തന്നെ ആനി ടീച്ചർ വരികയും ചെയ്തു. ഓട്ടോയിൽ കയറി നമ്മുടെ പല്ലവി സേതുവിനോട് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. അവന് ഏതാണ്ട് പോലെ നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഹരി അങ്ങോട്ടേക്ക് വന്ന് നടന്നില്ല അല്ലേ? നടന്നില്ല, പറഞ്ഞില്ല, എങ്ങനെ പറയാനാ? അപ്പോഴേക്കും ആന ടീച്ചർ വന്നില്ലേ? സാരമില്ല, പറയാനുള്ള സമയമായി കാണൂല, അതാ. ഇതിനങ്ങനെ സമയം കാലമൊക്കെ ഉണ്ടോ പെണ്ണ? അതല്ല ഈ റൊമാൻറ്റിക് ടൈം എന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ലേ? എന്തായാലും സേതുവേട്ടൻ കയറ്, ആ കുറുപ്പമ്മാവൻ വിളിച്ചോണ്ടേ ഇരിക്കുക, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. എന്നിങ്ങനെ സേതുവും നമ്മുടെ ഹരിയും കൂടിയിട്ട് കുറുപ്പമ്മാവൻ വിളിച്ചതനുസരിച്ച് പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ ഓഫീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിലേക്കാണ് ഇവരെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്ന ആ ഒരു ഓഫീസാണ് കേട്ടോ. മഹേഷുണ്ട്, പ്രതാപുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഋതികയുണ്ട്. ഋതികയോട് കെട്ടിടം പണി തുടരണ്ട എന്നാണ് നമ്മുടെ പ്രതാപൻ പറയുന്നത്. പക്ഷേ ഋതിക അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ഋതിക പറയുന്നത് കെട്ടിടം പണി തുടർന്നേ പറ്റുള്ളൂ. അപ്പോൾ അഭിമാനവും അന്തസ്സും അച്ഛൻ്റെ ആഗ്രഹമൊക്കെ നോക്കി നിന്നാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. കാരണം ഇതിന് ഒരുപാട് ക്യാഷിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഋതികയെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ തൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം തന്നെയായിരുന്നു ആ ഒരു ഷോപ്പിംഗ് മാൾ എത്തുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നടന്നേ പറ്റുള്ളൂ, ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവിനത് സങ്കടമാവും. അപ്പോഴേക്കും കുറുപ്പമാവൻ വന്നു കേട്ടോ. മോളെ സേതു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് കയറി വന്നു. സേതുവിനെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട് നമ്മുടെ ഋതികയുടെ മുഖത്ത്. ഋതികയുടെ മാത്രമല്ല പ്രതാപൻ്റെ മുഖത്തും. സേതു വാ ഇങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ സേതു വന്ന് അങ്ങോട്ടേക്ക് ഇരിക്കുകയാണ്. ആ നിർത്തി വെച്ചിരിക്കുന്ന അത് തുടരാൻ തന്നെയാണ് മോളുടെ പ്ലാന് എന്ന് കുറുപ്പ് സേതുവിനോട് ഇങ്ങനെ പറയുക. അപ്പോൾ സേതു പറഞ്ഞു ആയിക്കോട്ടെ തുടങ്ങിക്കോ. പക്ഷേ അപ്പോൾ മാനേജർ പറഞ്ഞു സമയത്ത് കോൺട്രാക്ടർക്ക് ചെക്ക് കൊടുക്കേണ്ടി വരും, അതിൽ ചെക്കിലൊക്കെ സൈൻ ചെയ്യേണ്ട ആൾ സേതുവാണ്. അപ്പോൾ സേതു പറഞ്ഞു ചെക്കൊക്കെ ഞാൻ സൈൻ ചെയ്ത് തന്നോളാം, പക്ഷേ അതിനു മുമ്പ് കണക്കും കാര്യങ്ങളും കോൺട്രാക്ടറും ഒക്കെ എനിക്കൊന്ന് അറിയണം. കോൺട്രാക്ടർ ആരാണെന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ മാധവൻ സാറുള്ളപ്പോൾ പുളിക്കൽ കൺസ്ട്രക്ഷനാണ് വർക്ക് കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ ചിലവ് കുറവിൽ വർക്ക് ചെയ്യാൻ ആളുണ്ട്. ഓ, ആളാരാ എന്ന് സേതു ചോദിച്ചപ്പോഴേക്കും കുര്യച്ചൻ, വലിയൊരു കോൺട്രാക്ടറാണ്, കേട്ടിട്ടുണ്ടാകും. കുര്യച്ചൻ കൺസ്ട്രക്ഷൻസ്. മാനേജർ സാറ് കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഞാനത് കേട്ടിട്ടില്ല എന്ന് സേതു. അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു എടോ താൻ ആ ഫയൽ എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും കോൺട്രാക്ടേഴ്സിൻ്റെ ഫയൽ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. സേതു അതൊക്കെ മൊത്തം പരിശോധിച്ചു. കുര്യച്ചൻ കീറിയ റേറ്റാണല്ലോ സ്ക്വയർ ഫീറ്റിന് ഇരിക്കുന്നത്. അല്ല ഇയാൾ മാത്രമേ കൊട്ടേഷൻ അയച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും പ്രതാപനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പ്രതാപൻ തലയും കുനിച്ച് നിൽക്കുക. അപ്പോഴേക്കും കുറിപ്പ് പറഞ്ഞു വേറെ കുറേ കൊട്ടേഷൻസ് വന്നിട്ടില്ലേ മഹേഷേ, അതെടുത്ത് സേതുവിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കൊട്ടേഷനെല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ. കൊട്ടേഷൻ കാണിച്ചു കൊടുത്തപ്പോഴേക്കും കുറച്ച് ഏറ്റവും വില കുറഞ്ഞതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കെട്ടിടം എല്ലാം കൂടെ പൊളിഞ്ഞു താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സേതു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും സേതു ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുര്യച്ചനാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് എന്നൊക്കെ പ്രതാപൻ പറഞ്ഞു കേട്ടോ. എന്തായാലും കൊട്ടേഷൻ നോക്കിയ കൂട്ടത്തിൽ മിത്ര കൺസ്ട്രക്ഷൻസ് എന്നും പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ്റെ പേര് കാണുകയാണ്. അത് നമ്മുടെ മിത്രൻ ചേട്ടൻ്റെ കമ്പനിയാണ്. ആ കമ്പനി അവർ ഇതിന് കൊട്ടേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സേതു പറഞ്ഞു ഈ കമ്പനിക്കാണ് എങ്കിൽ ഞാൻ സൈൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട. എന്തായാലും ഇതും പറഞ്ഞ് സേതു അങ്ങ് പോവുകയും ചെയ്തു. അതേതോ ലൊട്ടിലൊടുക്ക് കമ്പനിയാണ് എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. പക്ഷേ സേതു അതൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും സേതു പോയി കഴിഞ്ഞപ്പോഴേക്കും സേതുവിന് കാര്യങ്ങൾ അറിയായികയൊന്നുമില്ലല്ലോ. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന രീതിയിൽ കുറുപ്പമാവനും പറഞ്ഞു. ഋതികയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് കമ്പനിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം ഇടിഞ്ഞു വീണ് പോയാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മിത്രനും ഉണ്ണിക്കുട്ടനും കൂടി ഇരുന്നിട്ട് ചെസ്സ് കളിക്കുകയാണ്. മിത്രടൻ കളകളിയാട്ടോ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സേതുവും ഹരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നിരുന്നത്. അല്ലെങ്കിലും മിത്രേട്ടൻ കൊച്ചു കള്ളനാണല്ലോ. കാരണം മിത്രൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ കോൺട്രാക്ടറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ അങ്ങോട്ട് വെച്ച കാര്യമൊന്നും മിത്രം പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സേതു ഇങ്ങനെ വന്ന് പറഞ്ഞത്. പക്ഷേ കാര്യം അന്വേഷിച്ച് വർക്ക് വന്നപ്പോഴേക്കും ഈ മിത്ര കൺസ്ട്രക്ഷൻസ് കമ്പനി കുറച്ച് നഷ്ടത്തിലായിരുന്നു. ആ നഷ്ടത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പാർട്ട്ണർ വേറൊരാളെയും കൂടെ ഏർപ്പാടാക്കിയിട്ടാണ്. അത് പണ്ടങ്ങാണ്ട് വെച്ചതാണ്, നേരത്തെ എങ്ങാണ്ട് വെച്ചിരുന്നതാണ് ഇങ്ങനെയൊരിത്. പിന്നെ പൊന്നുമടത്തിന് ഇങ്ങനെ ഒരു കാര്യം, പൊന്നുമടം ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെന്ന് സേതുവിനോട് പറഞ്ഞ സേതു ഓടിക്കും മിത്രനെ. അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്നൊക്കെ മിത്രൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്.
മാത്രമല്ല അതൊക്കെ വലിയ വലിയ കമ്പനികളല്ലേ, മാത്രമല്ല നമുക്കത് കിട്ടാനും പോകുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, വെറുതെ വെച്ചു. അപ്പോഴേക്കും എന്നാ വെറുതെ അല്ല, ആ കൺസ്ട്രക്ഷൻ കമ്പനി പുനരാരംഭിക്കാനായിട്ട് തീരുമാനിച്ചോളൂ. അത് പൊന്നുമടത്തിൻ്റെ ആ വർക്ക് മിത്ര കൺസ്ട്രക്ഷന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സേതു. മിത്രേട്ടന് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും മിത്ര അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്രേട്ടൻ വീണ്ടും കണ്ട്രാക്കായേ എന്നും പറഞ്ഞ് ഹരിയും ഉണ്ണിക്കുട്ടനും സേതുവും അതുപോലെ മിത്രനും ഒക്കെ കൂടിയിട്ട്, മിത്രനാണെങ്കിൽ സേതുവിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. ചളവാക്കല്ലേ മിത്രേട്ട, ചിലവുണ്ടേ, ചിലവോ എൻ്റെ പൊന്നെ, ഇനി മിത്രം മുതലാളിയാ, ചിലവോട് ചിലവായിരിക്കും എന്ന് സേതു. പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ സന്തോഷമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ സങ്കടപ്പെട്ട് മാധവമേനോൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ അതൊന്നും ചിന്തിക്കേണ്ട, അമ്മ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാനൊക്കെ പറഞ്ഞ് അച്ചു ചായ എടുത്തുകൊണ്ട് കൊടുത്തു. എനിക്ക് തോന്നുന്നതേ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുന്നത് BP കയറുന്നതിൻ്റെയാണ്. ആയിരിക്കും, അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ഋതികയും പ്രതാപനോട് അങ്ങ് വരിക. ഋതിക കൊല്ലിത്തുള്ളിയാണ് വരുന്നത്. സേതു കാണിച്ച പണി ഓർത്തിട്ടാണ്. നിനക്കിതെന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ ഋതിക. അപ്പോൾ എന്താ പ്രതാപ, ഇവളെന്തിനാ ഈ ചൂടാവുന്നേ എന്ന് പൂർണ്ണിമ ചോദിച്ചപ്പോഴേക്കും, കമ്പനി കാര്യങ്ങളിൽ ഋതുവിനെ അടിച്ചമർത്തി സേതു എന്ന് പറയുന്ന ആൾ അധികാരം കാണിച്ചാൽ പിന്നെ ചൂടാവാതെ എന്ത് ചെയ്യും? സേതു അവിടെ എന്ത് അധികാരം കാണിച്ചു എന്നാണ് പറയുന്നത്? അവൻ്റെ പരിചയത്തിലൊരു കമ്പനിക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തു. അത് ഋതുമോൾക്ക് മുഖത്ത് അടിയേറ്റതുപോലെ ആയിപ്പോയി. ഇവൾക്ക് മാത്രമല്ല, എനിക്കും. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, വലിയേട്ടൻ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ തക്കതായ കാരണം ഉണ്ടാകും. അപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഋതിക്ക് കലി വരും കേട്ടോ. ഒന്നുമല്ല, സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു കുറവ്, അത്രേ ഉള്ളൂ. അതിന് ഇവൾ ചൂടാവണേ എന്തിനാ? സേതു കമ്പനിക്ക് വേണ്ടി ചെയ്തത് നല്ലൊരു കാര്യമല്ലേ? അപ്പോഴേക്കും ഋതിക കൈയും കെട്ടി പല്ലും കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ചു പറഞ്ഞു, അല്ല നമ്മുടെ കമ്പനിക്ക് എത്ര രൂപയുടെ ലാഭമാണ് ആ കോൺട്രാക്റ്റ് കൊണ്ട് കിട്ടുന്നത്? അതൊന്നും ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ടില്ല. എന്തായാലും കൊട്ടേഷനിലെ കുറവ് അവരുടെ വർക്കിലും കാണും. എല്ലാം കൂടെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാതിരുന്നാൽ മതിയായിരുന്നു. പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതേ എൻ്റെ വല്യേട്ടനാണ്. അപ്പം അത് പൊളിക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് കേട്ട് ഋതിക കൊല്ലി വന്നിട്ട്, വല്യേട്ടൻ അയാൾ പൊളിക്കുക കേട്ടോ, എന്തായാലും ചെയ്യട്ടെ, ഒന്നിലും ഞാൻ ഇനി ഇടപെടില്ല എന്നും പറഞ്ഞ് ഋതിക പോയി. അത് പൊളിഞ്ഞ് വീഴുന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എന്നും പറഞ്ഞ് പ്രതാപനും അങ്ങ് പോയി. പൂർണ്ണിമയാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ചുവാണെങ്കിൽ പൂർണ്ണിമയെ സമാധാനിപ്പിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ വീടാണ്. പല്ലവിയുടെ അമ്മ ശോഭേച്ചി മീനൊക്കെ മേടിക്കും കേട്ടോ. മീനൊക്കെ വാരിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും 50 രൂപ കൂടുതൽ പറഞ്ഞു. ചേച്ചി കിടന്ന് ഇങ്ങോട്ട് തർക്കിക്കുകയാണ്. അയ്യോ, ആ മീനെടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കുക കേട്ടോ. ഇതെന്താ ഇങ്ങനെ നോക്കണത്? അല്ല, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് നോക്കിയതാ. ഇത് എന്തൊരു വിലയാടാ ഇത്? അപ്പം ചേച്ചി, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്നതല്ല, എൻ്റെ വീട്ടിലെ കണ്ടീന്ന് പിടിച്ചോണ്ട് വരുന്നതല്ല. മീനിനൊക്കെ എന്ത് വിലയാണെന്നറിയോ? കടൽ മീനിന് നല്ല വിലയാ. നല്ല വിലയാണെങ്കിൽ നീ അങ്ങ് വെച്ചാൽ മതി, ഞാൻ വല്ല മുരിങ്ങയിലയോ ചീരയിലയോ ഒക്കെ വെച്ച് കറി വെച്ചോളൂ. ഇത് കൊണ്ടോ എന്നും പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് അവളങ്ങ് പോകാൻ തുടങ്ങി. എൻ്റെ പൊന്നി ചേച്ചി, അതിങ്ങ് ഞാൻ മീൻ 2 കൂടെ തരാം. ഒരു 2 വേണ്ട, എനിക്ക് 2 പെമ്പിള്ളാരാ, 2 കെട്ടിക്കാനുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ശോഭ 100 രൂപ കൊണ്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും പാറു വന്നിട്ട്, എൻ്റെ പൊന്നമ്മ ഇങ്ങനെ എച്ചിക്കണക്ക് പറയല്ലേ, എന്തിനാ ഇങ്ങനെ എച്ചിക്കണക്ക് പറയുന്നത്? ഞാൻ പറയും, നിനക്കെന്താ? ഇങ്ങനെ കണക്ക് പറയുന്നതുകൊണ്ടാണ് പല പെമ്പിള്ളാരും ഒളിച്ചോടി പോകുന്നത്. നിനക്കെന്താ ഒളിച്ചോടി പോകാനായിട്ട് വല്ലവനും കണ്ടുവച്ചിട്ടുണ്ടോടി? ഇതേ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ അതുവഴി പോക്കണം, പിന്നെ ഇതുവഴി ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. അയ്യോ, നമ്മൾ ആരുടെയും കൂടെ ഓടിപ്പോകുന്നില്ലേ, ഞാൻ ആരായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് ശോഭ അകത്തേക്ക് കയറി പോവാം. അമ്മ അവിടെ നിന്ന് എനിക്ക് സ്റ്റഡി ടൂറിന് പോകാനുള്ള കാശിൻ്റെ കാര്യം എന്തായി? അയ്യോ മോളെ, ഒരു 10 മിനിറ്റ് അമ്മ അടിച്ച നോട്ട് അവിടെ ഉണക്കാനിട്ടേക്ക്, ഉണങ്ങൊന്ന് നോക്കിയിട്ട് വരട്ടെ ഈ അമ്മ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാറു ടൂറിന് പോകുന്ന കാര്യം പറയുമ്പോൾ അമ്മ കളിയാക്കുക. അപ്പോഴേക്കും പല്ലവി ഇറങ്ങി വന്നു കേട്ടോ. അച്ഛൻ്റെ പെൻഷൻ വരട്ടെ, അച്ഛൻ കാശ് തരാം കേട്ടോ. അപ്പോൾ പല്ലവി വന്നിട്ട് പറഞ്ഞു, പാറു നിനക്ക് ടൂറിന് പോകാൻ ഇത് പോരെ? അപ്പോഴേക്കും ശോഭേച്ചി വന്നു, ശോഭ വന്നു, അതായത് പല്ലവിയുടെയൊക്കെ അമ്മ വന്നു. മോളെ പൈസ കൊടുക്കല്ലേ, ഇവള് കാടും മലയും കയറി പോകാനായിട്ട് നീ പൈസ കൊടുത്തേക്കരുത് കേട്ടോ, ഈ പൈസയ്ക്ക് ആവശ്യമുള്ളതാ, അങ്ങോട്ട് കൊടുത്തേടിയ പൈസ ഞാൻ കൊടുക്കില്ല എന്നും പറഞ്ഞു പാറു. അപ്പോഴേക്കും അമ്മ കല്യാണക്കാരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇനി കല്യാണം കഴിക്കാനൊന്നും പോകണില്ല, എൻ്റെ പാറുവിനെ കെട്ടാൻ സ്വത്തും പണമൊന്നും വേണ്ട, ഈ പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞൊരു ചെക്കൻ വരും, അവൾക്കേ നമ്മളിവിടെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ, അതും ഇവൾ പഠിച്ച് ജോലി മേടിച്ചതിന് ശേഷം. അതുപോലെ അപ്പോഴേക്കും പാറു പറഞ്ഞു പോരാ. അപ്പോഴേക്കും എടി മതി എന്നാ അച്ചാമ്മ ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി അങ്ങ് ഇറങ്ങിപ്പോവുക. പാറുവാണെങ്കിൽ പൈസ കിട്ടിയല്ലോ, ഉണക്കാനിട്ട പൈസയെ അമ്മ തന്നെ വെച്ചൊന്നും പറഞ്ഞ് പാറു ഓടിക്കറി മുകളിലേക്ക് പോയിട്ടോ. ഈ പെണ്ണ് എൻ്റെ അമ്മ എന്തൊരു സാധനം അപ്പം ഇതാ എന്നും പറഞ്ഞ് ശോഭ. എന്തായാലും
മക്കളുടെ കാര്യത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മാഷെ ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. കുട്ടികളുടെ സന്തോഷമല്ലേ ശോഭയെ നമുക്ക് വലുത്. ശോഭ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ജയനെയൊക്കെ ഓർമ്മ വരുന്നത്. പഴയ സിനിമകളിൽ ശോഭ എന്നൊരു വിളിയുണ്ടല്ലോ. എന്തായാലും പിന്നെ കാണിക്കുന്നത് പൊന്നുമടത്തിൽ നമ്മുടെ ഹരി ഇങ്ങനെ ഇരിക്കും. വിസ വരാൻ കാത്തിരിക്കുന്ന പോലെ ഒരു ചായയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ചായ കയറി ഇടുക, കുടിക്കുക. ഇത് ചായ കയറി ഇടാനും പറ്റില്ല, ഉപ്പ് കൊണ്ട് തരുവോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തോണ്ടിരിക്കും കേട്ടോ ഹരി മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അച്ചു ചായ ആയിട്ട് വന്നു. ഇന്ന് ബേബി ചേച്ചി എവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബേബി ചേച്ചി അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ല. അല്ല വല്യേട്ടൻ എവിടെ ഹരിയേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സേതുവേട്ടൻ കുളിക്കുകയാണ്. ഞാനേ ഹരിയോടൊരു കാര്യം പറയട്ടെ. അപ്പോൾ എന്തോ അച്ചു എന്തോ പറ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതേ വേറൊന്നുമല്ല, ഋതുവിനോട് വഴക്കുണ്ടാക്കരുതെന്ന് പറയണം. ഋതുവിന് അങ്ങനെയാ അവളുടെ സ്വഭാവം അങ്ങനെയാ. അവൾക്ക് സങ്കടമാകും. വീട്ടിൽ വെച്ച് എന്തോ ആയിക്കോട്ടെ, പക്ഷേ പുറത്തൊക്കെ വെച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഹരി പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ പറയാം. അപ്പോൾ അച്ചു ചായയും കൊണ്ട് വന്നത് ഈ കാര്യം പറയാനാണല്ലേ? മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അച്ചു ചമ്മി അങ്ങ് പോവുക കേട്ടോ, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്. എന്തായാലും സേതു കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും ഈ അച്ചു പറഞ്ഞ കാര്യം ഹരി ഇങ്ങനെ പറയാണ്. അച്ചു ഇങ്ങനെ ചായയും കൊണ്ട് വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സേതുവിന് ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ഹരി നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒത്തിരി ചൂട് കൂടുന്നുണ്ട്, ഋതികയോട് അത്രയ്ക്ക് ചൂടാവേണ്ട കാര്യമൊന്നും ഇല്ല, അച്ചു പറഞ്ഞതും കാര്യമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സേതുവിന് കലിയാണ് വന്നത്, എന്നെ ഉപദേശിക്കാൻ അവളാരാ എന്ന രീതിയിൽ. അങ്ങനെ അപ്പം തന്നെ അത് അച്ചുവിനോട് ചോദിക്കാനും പോയി. ഹരിയാണെങ്കിൽ ഈശ്വര എന്ന് പറഞ്ഞ് പുറകെ പോവാണ്. ഞാൻ ഋതികയോട് ചൂടാവരുത് എന്നുള്ളത് നിൻ്റെ ഓർഡറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ല നീ അങ്ങനെ ഹരിയോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും വല്യേട്ടനും ഋതുവും തമ്മിൽ ഓഫീസിൽ വെച്ചൊരു വഴക്ക് വേണ്ടാന്ന് കരുതി പറഞ്ഞതാ. മാധവമേനോൻ്റെ മക്കൾ തമ്മിൽ വഴക്കാണ് പറയുന്നത്, നാണക്കേടല്ലേ വല്യേട്ടാ. പിന്നെ ഋതുവിനാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം മതി ദേഷ്യം വരാനായിട്ട്. നമ്മൾ ഒന്ന് പറഞ്ഞാൽ അവൾ 10 പറയും, അതാ അവളുടെ ഒരു രീതി. അവൾ 10 പറഞ്ഞാലേ ഞാൻ തിരിച്ച് 100 പറയും, അതാ എൻ്റെ രീതി. അത് നീ അവളോട് ചെന്നൊന്ന് പറഞ്ഞേരെ. അത് ശരിയാ, സേതുവേട്ടന് ദേഷ്യം വന്നാൽ മുമ്പിൽ നിൽക്കുന്നത് ആരാന്നൊന്നും നോക്കത്തില്ല, പൊളിച്ചടുക്കും എന്ന് ഹരി. അപ്പോഴേക്കും ഋതു വല്യേട്ടൻ്റെ അനിയത്തിയല്ലേ, അവളൊരു തെറ്റ് കാണിച്ചാൽ വല്യേട്ടന് ക്ഷമിച്ചൂടെ? പിന്നെ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ ഞാൻ ചൂടാവും. അതിന് ഋതു അല്ല, അവളുടെ അമ്മ പൊന്നുമടത്തിൽ പൂർണിമ തമ്പുരാട്ടിയാണെങ്കിൽ പോലും എൻ്റെ സമീപനം ഇങ്ങനെ തന്നെയായിരിക്കും. പൂർണിമ ഇത് അങ്ങോട്ടേക്ക് വന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവനിത് പറയുന്നത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പൂർണിമയുടെ മുഖത്തേക്ക് നോക്കുന്നത് സേതു. പക്ഷേ സേതുവിന് പറഞ്ഞതിലൊരു കുറ്റബോധമൊന്നും തോന്നിയില്ല. പെട്ടെന്നൊന്ന് കണ്ടപ്പോൾ ഒന്ന് പരിങ്ങി. എന്നിട്ട് പൂർണിമയോട് പറഞ്ഞു, അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാം, അല്ലാതെ ഇവളെ ദൂതയക്കും അല്ല വേണ്ടത്. അപ്പോഴേക്കും പൂർണിമ പറഞ്ഞു, ഞാനിവളെ എന്തിനു ദൂതയച്ചു എന്നാണ് നീ പറയുന്നത്? അയ്യോ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടല്ലോ എൻ്റെ പൊന്നോ, നിങ്ങളല്ലേ ഋതികയോട് ദേഷ്യപ്പെടരുതെന്ന് പറയാൻ ഇവളെ കച്ച കിട്ടിയത്. നമ്മുടെ അച്ഛനെ നോക്കുകയാണ് പൂർണിമ അന്തം വിട്ട്. നിങ്ങൾ അവളെ നോക്കുമൊന്നും വേണ്ട, എനിക്കറിയാം അതിൻ്റെ പിന്നിൽ നിങ്ങൾ തന്നെയാണെന്ന്. നിങ്ങളെ ഇങ്ങനത്തെ രണ്ടാം കിട പരിപാടിയൊക്കെ ചെയ്യുള്ളൂ, രണ്ടാം തരക്കാരിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് പൂർണിമയെ അവിടെ അപമാനിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ അച്ഛനും സങ്കടം വന്നു. എന്നിട്ട് അച്ഛനായിട്ടായിട്ട് സേതു പറഞ്ഞു, ഇനി തള്ളയുടെ വാക്കും കേട്ട് എന്നോട് എന്തെങ്കിലും ശുപാർശയായിട്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടല്ലോ, ഹൃതികയോട് ദേഷ്യപ്പെടരുതെന്ന് പോലും എന്ന് പറഞ്ഞിട്ട് എന്തായാലും പൂർണിമ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയിട്ടോ. ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു കോള് വന്നപ്പം ഫോണും വിളിച്ചുകൊണ്ട് നമ്മുടെ സേതു പോവാം. എന്തായാലും സേതു പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ചു പൂർണിമയുടെ അരികിലേക്ക് ചെന്നു. പൂർണിമയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. സേതു പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണിമയുടെ ചങ്കിൽ തറച്ച കാര്യങ്ങൾ തന്നെയാണ്. ബെഡിൽ ഇങ്ങനെ പോയിരുന്നിട്ട് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് അച്ചു ചെന്നു കേട്ടോ. അച്ചുവിന് വിഷമായി, താൻ കാരണമാണല്ലോ അമ്മ ഈ പഴി കേട്ടതെന്ന് ഓർത്തിട്ട്. വല്യേട്ടനും ഋതുവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, അതുകൊണ്ടാണ് അമ്മയെ കുറ്റക്കാരിയാക്കിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിലുള്ള വഴക്ക് മാറണമെന്ന് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ മോളെ. ഒരച്ഛൻ്റെ മക്കൾ തമ്മിൽ കലഹിക്കുകയല്ല, പരസ്പരം സ്നേഹിക്കുകയാണ് വേണ്ടത്. എങ്കിലേ ഈ പൊന്നുമ്പടം വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു വരുള്ളൂ. അപ്പോഴേക്കും ഇവിടെ സമാധാനം ഉണ്ടാവണമെങ്കിൽ മനസ്സിലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റി വല്യേട്ടൻ അമ്മയെ സ്നേഹിച്ച് തുടങ്ങണം, എന്നാലേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇനിയും ഇപ്പം നടന്നതുപോലെയുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സേതു എന്നെ സ്നേഹിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല മോളെ, ഒരു പ്രതീക്ഷയില്ല, ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മയുടെ ജീവിതം തട്ടിത്തെറിപ്പിച്ചവളല്ലേ ഞാൻ.
ഒരിക്കലും അവൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനാണ് ശരിയെന്ന് ബോധ്യപ്പെടുന്ന ഒരു നിമിഷം ഒരു ദിവസം അവനുണ്ടാകും. അന്ന് എന്നെ വേദനിപ്പിച്ചതിനും സങ്കടപ്പെടുത്തിയതിനൊക്കെ പശ്ചാത്തപിക്കും അവൻ. അപ്പോഴേക്കും നമുക്ക് എന്തും മാറ്റിയെടുക്കാൻ പറ്റും അമ്മേ. പക്ഷേ മനസ്സുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ദൈവം തന്നെ വിചാരിക്കണ്ടേ. ഇതേ സമയം നമ്മുടെ സേതുവിനെ ഹരിയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. വഴക്ക് പറയല്ല, ചെയ്തത് ശരിയായില്ല, ആ അമ്മയോട് പൂർണ്ണിമ അത്രയും ദേഷ്യപ്പെടുകയൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും തോന്നല്ല. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അവരോട് എനിക്കുള്ള ദേഷ്യം എൻ്റെ ജീവിതത്തിൽ തീരത്തില്ല. അവരെൻ്റെ അമ്മയോട് കാണിച്ചതിന് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ. എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോകാൻ കാരണം തന്നെ അവരാണ്. അവരെന്ന സ്ത്രീയാണ് ഇതിന് പിന്നിൽ നിന്ന് എൻ്റെ അമ്മ വന്ന് പറയുന്ന ആ നിമിഷം അവരെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സി ഓക്കെ, താങ്ക് യു.